അമ്മേ നമ്മൾ രണ്ടുപേരും കൂടെ നിർബന്ധിച്ചിട്ടാട്ടാ ഏട്ടൻ ക്ലീറ്റോ ചേട്ടൻ്റെ 10,000 രൂപ കൊടുത്തു വിട്ടത്. അതിനെന്ത് അവൻ ജോലി വാങ്ങിച്ചു കൊടുത്തിരിക്കും. അതിനൊക്കെ അവൻ മെടുക്കാനല്ലയോ. 1ഉം 2ഉം അല്ല, 10,000 രൂപയാ. എൻ്റെ പൊന്ന് ജമന്തി, 20,000 ആയാലും ജോലി തിരിച്ചു കിട്ടുന്നതല്ലേ നല്ലത്. അതൊക്കെ ശരിയാ അമ്മേ, പക്ഷെ ക്ലീറ്റോ ചേട്ടൻ ആയതുകൊണ്ട് എന്റെ പേടി. ഒന്നും പേടിക്കണ്ട, അവൻ അതിനൊക്കെ മെടുക്കാനല്ലേ. ഇങ്ങോട്ട് വാ കയറി. അയ്യോ അമ്മേ, കനകനെ വിളിക്ക്. എന്താ എന്റെ ദൈവമേ, കനകന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. ടിവിയിൽ ഭയങ്കര വാർത്ത. എടാ നിന്റെ സസ്പെൻഷൻ പിൻവലിച്ചു, ടിവിയിൽ ഭയങ്കര വാർത്ത. നിന്റെ ഒക്കെ കയ്യിൽ നിന്ന് പൈസ മേടിക്കണത് പിടിച്ചുപറിയാണെന്ന് മറ്റേ കോടതി, ഹൈക്കോടതി പറഞ്ഞേക്കണ്. ടി വി വെച്ച് നോക്ക്. ക്ലീറ്റോന്റെ ഒരു കാര്യം ക്ലീറ്റ് പറഞ്ഞില്ലേ? ക്ലീറ്റോനെ വിളിച്ച് പറയട്ടെ. ഹലോ ക്ലീറ്റോ, കനകന്റെ സസ്പെൻഷൻ പിൻവലിച്ചല്ലോ. അതെയോ? അയ്യോ വേഗം വാ. എന്റെ അമ്മേ, ഇതാണ് പറയണത് ക്ലീറ്റോന്റെ ഒരു പിടിപാടിനെ പറ്റി. ഹൈക്കോടതി ജഡ്ജി ആര്യ, ഞാൻ ആദ്യം പറഞ്ഞപ്പോ വിശ്വസിച്ചില്ല കേട്ടാ. ക്ലീറ്റോ ഹൈക്കോടതി ജഡ്ജിനെ കണ്ട് കാര്യം അങ്ങ് പറഞ്ഞെന്ന്. അപ്പൊ നന്ദി വേണം, നന്ദി. അല്ലാതെ കുറെ സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. പിടിപാടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ ഒരു കുടുംബത്തിൽ വേണം. അയ്യോ ഇന്നിപ്പോ പറ്റൂല. ഇത് 1-2 അത്യാവശ്യ കാര്യങ്ങൾ ഞാൻ മിനിസ്റ്റർ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. നാളെ നോക്കാം. ശരി 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 ശരി. അതെ, എന്തായാലും അമ്മയുടെ മോന്റെ സമയം കൊള്ളാം. കാലത്ത് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയപ്പോഴേ മറ്റേ കുന്നം പൂജ വട്ടം ചാടിയപ്പോഴേ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും. എന്തായാലും ക്ലീറ്റോ ചേട്ടനെ സമ്മതിച്ചു. അതൊന്നുമില്ല. ഇതെന്ന് പറയുമ്പോ ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെ ഞാനൊരു ഓട്ടോറിക്ഷ വിളിച്ച് നേരെ നമ്മുടെ മിനിസ്റ്ററുടെ PA കാണാൻ വേണ്ടി പോയതാണ്. നീ കാറിൽ പോകാത്തുണ്ടായിരുന്നു. ചുമ്മാരി അമ്മ, അതൊക്കെ ആവട്ടെ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പോയ വഴിക്ക് ട്രാഫിക് ബ്ലോക്കിൽ വെച്ചിട്ട് അളയവാ പറയട്ടെ, ട്രാഫിക് ബ്ലോക്കിൽ വെച്ചിട്ട് ഓട്ടോറിക്ഷ ഇങ്ങനെ ബ്ലോക്ക് നിർത്തിയപ്പോൾ തൊട്ട് ഇപ്പുറ സൈഡിൽ ഒരു കാർ ചീറി പാഞ്ഞു വന്നിരിക്കുന്നു. ഗ്ലാസ് താത്തിട്ട് ഒറ്റ വിളി. ആര് ആര് ആരാ ആരാ? ഹൈക്കോടതി ജഡ്ജി. അയ്യോ, എന്നിട്ട് എന്നോട് പറയും ഇറങ്ങി നമ്മളെ പഴയ കമ്പനിയല്ലേ. പിന്നെ ഞാൻ ചെയ്ത് അത് ഇറങ്ങി നേരെ ആ കാറിൽ കയറി കോടതി പോണ വഴിക്കല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് എൻ്റെ അളിയൻ്റെ കേസാണ് പറഞ്ഞു തീർന്നത്. അവിടെ ഇരുന്നുകൊണ്ട് എന്നെ കറക്കി കുത്തി. അപ്പോൾ വിളിച്ച് ഉടനെ എൻ്റെ കാര്യങ്ങളൊക്കെ പിൻവലിച്ചില്ലേ. അങ്ങനെ ഓക്കെ ആയില്ലേ? ചക്കരക്കുടം പോലൊരു മരുമോനെയാണല്ലോ നീ എനിക്ക് തന്നത്. അമ്മ 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 എല്ലാം ഇവന്റെ ഭാഗ്യം. ഇനിയിപ്പോ എന്റെ അളിയനെ ഈ പറഞ്ഞ മാതിരി പട്ടിണിയാകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു. മക്കളെ, പിന്നെ കുടംപുളി വെച്ചാ ആ മത്തി വെച്ചില്ലേ, അതും പിന്നെ മരച്ചീനി പിന്നെ വേവിച്ചത് ഇരിപ്പുണ്ട്. വാ, വന്ന് കഴിച്ചിട്ട് പോയാൽ മതി. നല്ല വിശപ്പുണ്ട്. കഴിച്ചിട്ടല്ല വാ. ഇനിയിപ്പോ അതിന് നന്ദി ഒന്നും പറയാൻ നിൽക്കണ്ട. ഇനിയെങ്കിലും ഇതുപോലെ 4 ആളുകളെടുത്ത് എന്തെങ്കിലും വർത്തമാനം പറയുമ്പോൾ ശ്രദ്ധിച്ചും കണ്ടും പറയണം കേട്ടോ. തീർച്ചയായും. താളയാ ഒന്നും എടുത്തിട്ടില്ല. 10 ഉണ്ട്. ചെലവില്ലല്ലോ. പിന്നെ കോടതി സ്വമേധയാ കേസ് പിൻവലിച്ചാണെന്നും അളി ഇതിനകത്തൊരു പുല്ലും ചെയ്തില്ലെന്ന് ഞാൻ ഓഫീസിൽ തന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. അവരോടൊന്നും പറയാൻ ഇല്ല, അവരങ്ങനെ തന്നെ അറിഞ്ഞതുപോലെ തന്നെ. അളി ഓട്ടോ പോകുന്നു, ജഡ്ജിയെ കാണുന്നു, വണ്ടി നിർത്തുന്നു, ക്ലീറ്റോ വിളിക്കുന്നു, അതിനകത്ത് കയറി സംസാരിച്ച് കോടതി എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ എല്ലാം സെറ്റിൽ ചെയ്തു. കറക്റ്റ് അല്ലേ ഇത്? പിന്നെ ഒരു ജനറൽ നോളജ്, ഹൈക്കോടതി തിരുവനന്തപുരത്തല്ല, എറണാകുളത്താണ്. അളിയാ, കൊടമ്പുളി ഇട്ട് പറ്റിച്ച മത്തിയിരിപ്പുണ്ട്, കപ്പയുണ്ട്, കഴിച്ചിട്ട് വാ. എന്ത് വാളിയാ
വാ സാരല്ല. ഉം, ഉം, ഉം. Alien versus Alien.